ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. ജാവാസ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയലിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബേസിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്, അതുപോലെ ആ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂ റിട്ടേൺ വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ആദ്യം. ഒരു ആഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ് ആയിട്ടും രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. C=A+B എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ കൺസോളിൽ ഈ സിന്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാനും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ആണല്ലേ. നമ്മളിവിടെ എവിടെയും എയുടെയും ബിന്റെയും ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുക, var a= ഇത്രയാണ്, b= ഇതാണ് എമൗണ്ട് എന്ന് പറഞ്ഞ് പാസ് ഡയറക്റ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തും ഡിക്ലറേഷനും ഇനിഷ്യലൈസും ചെയ്യൂലേ. അതിനു പകരം എനിക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ഈ രണ്ട് വാല്യൂ ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാ ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പം എനിക്ക് രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്യണം. ആ രണ്ട് നമ്പറാണ് ഈ ഫംഗ്ഷൻ ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ഫംഗ്ഷന്റെ പാരാന്തസിസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏതൊക്കെയാണോ നമുക്ക് പാസ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് അത് കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഈ പാരാമീറ്ററിനെ നമുക്ക് റിസീവ് ചെയ്യാം. ഞാൻ a, b എന്ന് പറഞ്ഞ് രണ്ട് വേരിയബിളിലേക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്തിട്ടുള്ള വേരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓക്കെ ആയില്ലേ. ഇങ്ങനെയാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. പാരാന്തസിസിന്റെ ഉള്ളിൽ നമുക്ക് പാസ് ചെയ്യേണ്ട വാല്യൂസ് കൊടുക്കുക. എഗെയിൻ ഡെഫിനിഷനിൽ അത് റിസീവ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ 1ഉം 2ഉം പാസ് ചെയ്തിട്ടുണ്ട്. 3 റിട്ടേൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ അപ്പൊ പാരാമീറ്റേഴ്സ് മനസ്സിലായില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറയുന്നത് എനിക്ക് അടുത്ത എന്റെ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് ഈ console.log ഇവിടെ പ്രിന്റ് ചെയ്യേണ്ട, അതായത് എനിക്ക് ഈ ഫംഗ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ട. അതിന് പകരം എനിക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തേക്ക് സിന്റെ വാല്യൂ കിട്ടണം. അപ്പോഴെന്താ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ യൂസ് ചെയ്യുന്നത്. ഇനി റിട്ടേൺ കീവേഡ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യേണ്ടത് അത് കൊടുക്കുക. എനിക്ക് സിന്റെ വാല്യൂ അല്ലേ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ സി എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ കൊടുത്തു. ഒരു ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടെ അഗൈൻ റിട്ടേൺ സി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. ഇവിടെ കണ്ടില്ലേ, അൺറീച്ചബിൾ കോഡ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആണ് VS കോഡ് കാണിക്കുന്നത്. ഇതിന്റെ റീസൺ നമുക്ക് മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒരു ഫംഗ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് റിട്ടേൺ ആവുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. പിന്നെ താഴേക്കുള്ള ലൈൻസ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. എന്നിട്ട് ഞാൻ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തുനിന്ന് എക്സാമ്പിൾ ഇവിടെ ഡി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഞാൻ റിസീവ് ചെയ്യുകയാണ്. എന്നിട്ട് console.logൽ ഈ ഡിന്റെ വാല്യൂ നമുക്ക് ലോഗ് ചെയ്യാം. മനസ്സിലായില്ലേ. ഈ ഫംഗ്ഷൻ ആദ്യം പാരാമീറ്റേഴ്സ് വെച്ച് കോൾ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യും, ഡിയിലേക്ക് അസൈൻ ചെയ്യും. ഡി ആയിരിക്കും ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത്. അഗൈൻ നമുക്ക് ഇവിടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സിന്റെ വാല്യൂ, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ ഇവിടെ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്